ഹലോ, ജാസ്ലിമുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രഷ് ലൈമാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 2 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നാരങ്ങ അരിഞ്ഞിടാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു നീക്കം ചെയ്തതിന് ശേഷം വേണം ഇടാനായിട്ട്. ഇല്ലെന്നാണെങ്കിൽ നമ്മളത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ കയ്പ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കുരുവെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നാരങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ മുറിച്ചിടാം. ഞാനിപ്പോൾ ഇവിടെ 4ആയിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് അതിലെ നീരെല്ലാം നല്ല രീതിയിൽ കലരാനായിട്ട് ഞാൻ 4ആയിട്ട് അരിഞ്ഞാണ് ഇടുന്നത്. ഞാൻ പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒരു 2 സെക്കൻഡ് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അധികം നാരങ്ങ നല്ല രീതിയിൽ മിക്സിയിൽ ശരിക്കും അരഞ്ഞു പോകരുത്. ചെറുതായിട്ടൊരു 2 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നല്ല രീതിയിൽ അത് ഇഞ്ചിയുടെ നീരും അതേപോലെ തന്നെ നാരങ്ങയുടെ നീരും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 4 ഗ്ലാസ് തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാനപ്പോൾ ഇത് അരിച്ചാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അരിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും നല്ല രീതിയിൽ അത് ആ നാരങ്ങയുടെ തൊണ്ട ഒഴിച്ചിട്ട് ബാക്കി എല്ലാ നീരും നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ട് കലർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ഫ്രഷ് ലൈമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.